അപ്പോൾ ഇന്ന് ഗരം മസാലപ്പൊടിയൊക്കെ തീർന്നിരിക്കുക. അപ്പം നമുക്ക് അത്യാവശ്യം കുറേ വീട്ടു സാധനങ്ങൾ നമ്മൾ പൊടിച്ചും കൃഷി ചെയ്തുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പെരിഞ്ജീരകം 1/4 കിലോ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം ഒരു 50 ഗ്രാം, കുരുമുളക് ഒരു 50 ഗ്രാം, പട്ട ഒരു 25 ഗ്രാം എടുത്തിട്ടുള്ളൂ, ഗ്രാമ്പു 5 ഗ്രാം, ഏലക്ക 5 ഗ്രാം, പിന്നെ ജാതിക്ക ഉണ്ടല്ലോ, ജാതിക്ക എടുത്തിട്ടുണ്ട് 2 എണ്ണം. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കൊണ്ടുപോയി ആരും പിന്നെ മിക്സിയിലിട്ട് പൊടിക്കരുത്. ഇത് ഇടിക്കല്ലി വെച്ച് ഇടിച്ചിട്ട് നമുക്ക് ഒത്തിരി രോഗപ്രതിരോധ ശക്തിയുള്ളൊരു സാധനമാണല്ലോ, അതുപോലെ നല്ലതാണ് ഗരം മസാല പൊടിക്കകത്ത്. അപ്പോൾ നമ്മളിത് ഇടിച്ചതിൻ്റെ കായ് മാത്രമാണ് നമ്മളിത് അതിനകത്ത് വെച്ച് നന്നായി ഇടിച്ചതിന് ശേഷം നമുക്ക് വറക്കാനിടാം. അങ്ങനെ ഗരം മസാലപ്പൊടിക്കുള്ള സാധനങ്ങളിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. പിന്നെ ജാതിപത്രിയാണ് കേട്ടോ, ഒരു 3 ജാതിപത്രിയും കൂടി എടുത്തിട്ടുണ്ട്. ഉള്ളവരിടുക, ഇല്ലാത്തവർ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളത് വെച്ചുണ്ടാക്കുക. പിന്നെ കുറേ ജീരകം വറുത്ത് പൊടിച്ചാണ്. നമുക്ക് അത്യാവശ്യം കുറേ കറികളൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമ്മൾ ജീരകം വറുത്ത് പൊടിക്കാനൊന്നും പോകാൻ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഇതാകുമ്പോൾ ഇത്തിരി വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മധുരമുള്ള സാധനം ഉണ്ടാക്കുവാണെങ്കിലും പെട്ടെന്ന് ജീരക രസം അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് നമ്മൾ ജീരകം തന്നെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിന് ഇത്തിരി ജീരകം ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് നന്നായി ഒന്ന് വറുത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കത് വറുത്ത് പോരാം. അതുപോലെ ഉലുവ നമ്മളെല്ലാത്തിനും ചേർക്കണം. ഉലുവ 1/4 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അച്ചാർ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാ സാധനത്തിനും ഉലുവ എടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉലുവയും വെച്ചിട്ടുണ്ട്. ഉലുവ വെറുതെ വറുത്ത് പൊടിക്കുകയല്ല, നമ്മൾ ചൂടാക്കി നന്നായി ചൂടാക്കിയിട്ടാണ് വറുത്ത് പൊടിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക്, വറമുളക്, വത്തനമുളക്, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഈ 3 പേരുള്ള സാധനം എനിക്ക് 3 പേരേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഒന്ന് നന്നായി എണ്ണയ്ക്കകത്ത് ചൂടാക്കി വറുത്ത് വെച്ചാൽ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അവശതയായിട്ട് വന്നാലും നമുക്ക് 2 ചെറിയുള്ളിയും ഇത്തിരി പുളിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനും ചോറിനാൻ പറ്റും. പിന്നെ സർവ്വത്രീക മെഴുക്ക് പുരട്ടി സാധനങ്ങൾക്കും ഇതൊരു സ്പൂൺ ഇടുന്നതിൻ്റെ ടേസ്റ്റ് വേറെ എന്ത് കാണിച്ച് മുളക് പൊടി ഇട്ടാലൊന്നും കിട്ടൂല കേട്ടോ. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴും ബീഫ് വരട്ടുമ്പോഴും എല്ലാ സാധനത്തിനും ഇതൊരു സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ മറക്കാതെ ഇതും എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയിട്ട് നമുക്കൊന്ന് കൃഷി ചെയ്ത് പൊടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ചെറിയൊരു സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എപ്പോഴും ഉണക്കമുളക് എടുക്കുമ്പോഴേ ഇത്തിരി കട്ടിയുള്ള ചീഞ്ചട്ടിയിൽ എടുത്തോണം, വലിപ്പമുള്ള ചീഞ്ചട്ടിയിൽ എടുക്കാം. നമുക്ക് വറുത്തെടുക്കാൻ നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഇതിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു ചെറിയ സ്പൂൺ, അതായത് ഒന്ന് ചൂടായി വരാനുള്ള. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേരെ പറഞ്ഞു വിടാൻ നേരം ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ച് തൊട്ട് കടുക് താളിച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മെഴുക്കുവരട്ടികളൊക്കെ റെഡി ആയിരിക്കും. വാഴക്കയോ ഉരുളക്കിഴങ്ങോ കൂർക്കയോ അങ്ങനെയുള്ള മെഴുക്കുവരട്ടികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊരു സ്പൂൺ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ പാചകം പെണ്ണുങ്ങൾക്ക് തന്നെയല്ലല്ലോ, വീട്ടിലിരിക്കുന്ന ആളുകളായാലും ആര് പാചകം ചെയ്താലും അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഒരു ദിവസം ലീവ് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു സന്തോഷമല്ലേ. പണി തീർന്നിട്ടിരിക്കുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ രാവിലെ പണി തുടങ്ങിയാൽ 5 മണിക്ക് പണി തുടങ്ങിയാൽ വൈകുന്നേരം 8:30 9 മണിയൊക്കെ ആവും തീരാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും. ഒരു ഹെൽപ്പ് ചെയ്യുന്ന വീടാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കാത്തവരാകുമ്പം അതിൻ്റേതായ വിഷമങ്ങളും അവർക്കുണ്ടാവും. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് ഓപ്പണായിട്ടൊന്നും പറയില്ലല്ലോ. അപ്പോൾ ചൂട്ടിലെ പൊതുവേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ കേട്ടോ, മുളക് നമ്മുടെ ഇറക്കറിഞ്ഞ് ചൂടായി വന്ന് അങ്ങനെ വീണ്ടും ഒരു കുഞ്ഞ് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വറുത്ത് വരുന്നതെന്ന് അറിയോ, നമ്മുടെ കുഞ്ഞ് ജീരകമാണ് കേട്ടോ. ചെറുതായിട്ട് പൊട്ടുവേ, അപ്പോൾ നമുക്കറിയാൻ പറ്റും കേട്ടോ. നല്ല മണമല്ലേ ജീരക പൊടിക്ക്. കഴുകി ജീരകം കൊണ്ടുവന്ന് കഴുകി വാരി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷമാണ് തോർത്തിൽ എന്തെങ്കിലും വിരിച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് ഇത് പൊടിക്കുന്നത് കേട്ടോ. ജീരകം കൊണ്ടുവന്ന് തപ്പാടായിട്ട് പൊടിക്കില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സാധനം ഇത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ജീരകം വറുത്ത് പൊടിക്കുന്ന നല്ല മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, അല്ല പുതിയൊരു മരുമക്കൾ വരുവാണെങ്കിൽ പോലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം അമ്മമാർ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇന്ന ഇന്നതിന് വന്ന് പറഞ്ഞു കഴിയുമ്പോൾ എളുപ്പമുണ്ടാവും. അറിയത്തില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിലൊന്ന് ലൈക്കൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജീരകം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടു കേട്ടോ, നന്നായിട്ട് ചെറുതായിട്ട് പൊട്ടി വരും. അപ്പോൾ വാങ്ങിയെടുത്താൽ മതി.
പൊട്ടുന്ന ചേട്ടോ. നല്ല മണവും വരുവേ. അങ്ങനെ മൂന്നാമത്തെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു കുഞ്ഞ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഉലുവാച്ചേട്ടൻ കേട്ടോ. ഉണ്ടോ? അങ്ങനെ അതും ഞാൻ കാക്കിലെടുത്തിട്ടുണ്ട്. കാരണം മീൻ കറിക്ക് സാമ്പാറിന് ഒക്കെ നല്ല കൊഴുപ്പ് കട്ടില്ലാണ്ടാവുകയാണെങ്കിൽ ഇതിൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. കലക്കിയിട്ട് പിന്നെ നമ്മൾ കറിയുടെ കൂടെ ചേർത്താൽ മതിയാവും. ബീഫിന് കോഴിക്കൊക്കെ എല്ലാ സാധനങ്ങൾക്കും ചേർത്ത് അത് ഒരുപാട് ഓവറായി ചേർത്തേ ഉള്ളൂ. പിന്നെ അളവുണ്ട്, നല്ല ഹെൽപ്പ് ചെയ്തല്ലേ. അപ്പോൾ നമ്മുടെ ഉലുവ ഈ എണ്ണ ഒഴിച്ച് അവർക്കൊന്ന് വാർത്തെടുപ്പോൾ നല്ല എണ്ണയിൽ കളർ വ്യത്യാസം വരും. വെറുതെ കൂട്ടിയൊക്കെ ഇട്ട് വളർത്താണ്ട് ഉള്ളി വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്തു. കൈവള സാധനങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്ന ദിവസം എന്നെ സംബന്ധിച്ച് വെറുതെ അല്ല ഇരിക്കുന്നതല്ല. ഞാൻ മത്തങ്ങയും പയറും കറി വെക്കാനായിട്ട് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ? ഇനി ഇത് അരപ്പ് ചേർക്കാനുണ്ട്, പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് മത്തി വറുത്തു ഉച്ചയ്ക്കത്തേനുള്ള. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി സമയം ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ചെയ്തേക്കാം. അന്ന് തുണിയൊക്കെ കഴുകാൻ കുറവല്ലേ. അപ്പോൾ ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു വേണം. അതുകൊണ്ട് തീർന്ന പെട്ടെന്ന് നമുക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും, നല്ല കളർ വരും. ചുരുവാപ്പിയൊക്കെ ചേർത്ത് നല്ല മണം ഉണ്ടാവും കറിക്ക്. അപ്പോൾ അത് ഇത്തിരി വറുത്ത് പൊടിച്ച് വെച്ചാൽ അപ്പോൾ എല്ലാ വീട്ടിൽ മിക്സ് ചെയ്തില്ലേ. അപ്പോൾ ഇത് നല്ല സൗകര്യമല്ലേ. പണ്ടത്തെ പോലെ അമ്മിക്കല്ലിലും ആട്ടാക്കല്ലിലും ഒന്നും വെച്ചാട്ടൊന്നും വേണ്ടല്ലോ. നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാവേ. ഒരുപാട് പൊട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മണം വരെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത്തിരി വലിപ്പമുള്ള ചട്ടി കഴിച്ചിട്ട് വറക്കണത്. അപ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടാവും കേട്ടോ. ഉലുവയും പൊട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നാലാമതായിട്ട് നമ്മുടെ ഗരം മസാല പൊടിക്ക് ജാതിക്കുക പൊടിയായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇടിക്കലി വെച്ചിട്ട് എന്താണെന്നറിയോ, ഇല്ലെങ്കിൽ മിക്സിയിലെ ജാർ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല പൊടിക്കുള്ള. പിന്നെ സ്കൂളില്ലാത്ത കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ലേ, അപ്പോൾ അവരും ഒരു വഴക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ സാധനങ്ങളൊക്കെ കറുവപ്പട്ടയൊക്കെ ഒന്നുകൊണ്ട് ഒടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടണ്ടേ. നല്ലൊരു ടിന്നിലിട്ട് അടച്ചു വെച്ചാലേ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും മസാലപ്പൊടി ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് മലയാളികളുടെ ഇടയ്ക്കില്ലല്ലോ ഒന്നും. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആയിട്ട് പിന്നെ വറുത്ത് കോരിയെടുക്കാം. നമ്മൾ ജീരകച്ചേട്ടനൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരെയൊക്കെ സമ്മതിക്കണം. വീട്ടമ്മമാരെന്നല്ല, ഞാനിപ്പോൾ ഹോട്ടലൊക്കെ വർക്ക് ചെയ്താലും ഞാൻ പറയുകയാണ്. ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, രാവിലെ 4 മണിക്കൊക്കെ കയറുന്നവർക്ക് വൈകുന്നേരം 4:30 വരെ വർക്കുണ്ടാവും. അവരങ്ങനെ നിന്ന് പക്ഷേ AC-യിലൊക്കെ നിൽക്കുന്ന കാരണം അതൊന്നും യാതൊരു പ്രശ്നമല്ല, യാതൊരു പുകയും ഒന്നുമില്ല. കാരണം പുകയൊക്കെ വെച്ചിരിക്കുന്ന സാധനം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴേ അതൊക്കെ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടാകുക. അപ്പോൾ ഇതിങ്ങനെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ചായക്കോ ഇതിനെ ഒന്നും പോകാതെ ചായക്കിടയ്ക്ക് കൊണ്ടുവന്ന് അവിടെ എടുത്തെത്തിക്കും. ഒരു ലേശം നേരം ഫുഡ് കഴിക്കും, എന്നാൽ വിശ്രമിക്കാനായിട്ട് ഇരിക്കും, ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ വീട്ടമ്മമാരെ പോലെ തന്നെയാണ്. അതുപോലെ ഇതാ ഷെഫുമാരൊക്കെ. അപ്പോൾ ഇതാ എല്ലാം ഇറക്കാൻ പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേർ ഇവിടെ ഇല്ലാത്തത് കാരണം ഭയങ്കര സമാധാനം. അല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടെ കാറിലും കൂലൊക്കെ ആയിട്ട് നല്ല ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല, എല്ലാ സാധനങ്ങളും കഴിയുകയും ചെയ്തു. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ എല്ലാ സാധനവും വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഒന്ന് ആറട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ വെച്ചിരിക്കുകയാണ്. ജീരകച്ചേട്ടൻ മുളക് നല്ല കളറേ മാറിയില്ലേ, കണ്ടോ? നമ്മൾ ആദ്യം കണ്ട മുളകല്ല, ഇപ്പം മുളക് എണ്ണയ്ക്കകത്തുനിന്ന് വറുത്തെടുത്ത കാരണം നല്ല ടേസ്റ്റാണ്. എന്ത് സാധനം ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഒന്ന് ആറി തിളക്കുമ്പോഴത്തേക്കും എൻ്റെ മത്തങ്ങയും പയറും പാവയ്ക്കാത്തോരനും ഒക്കെ ഒന്ന് വയ്ക്കട്ടെ കേട്ടോ. മത്തി വറുത്തതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു ഞാൻ. ഇതാ മത്തിയൊക്കെ വറുത്ത് വെച്ചു. ഇനി കുരുമുളകിലിട്ട മത്തി വറുത്തേ. ഇനി ഞാൻ മത്തങ്ങയും പയറും പാവയ്ക്കാത്തോരനും റെഡിയാക്കട്ടെ. അങ്ങനെ എൻ്റെ മത്തങ്ങയും പയറും കറി ഇവിടെ റെഡിയായിട്ട് തേങ്ങയും ഉള്ളിയൊക്കെ വറുത്ത് ചേർത്ത് ഇളക്കി ഒന്ന് ചേർത്ത മത്തങ്ങയും പയറും എലിശ്ശേരി ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ടോ? ഇനി പാവയ്ക്കാത്തോരനാണേ. അങ്ങനെ സമയം ഉച്ചയായി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അപ്പോൾ ഇത്തിരി ഫ്രൂട്ട്സ് കഴിച്ചേക്കാമെന്ന് ഓർത്തു. ഒരു ദിവസം പോലും ലീവില്ലാത്തൊരു വ്യക്തിയല്ലേ ഞാൻ. കാരണം പശുക്കളുള്ളത് കാരണമാണ് കേട്ടോ. ഒരു ദിവസം പോലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റിയല്ലോ. എത്ര റിസ്ക് ആണെങ്കിലും എനിക്ക് എത്ര അസുഖമാണെങ്കിലും പശുവിൻ്റെ കാര്യം ഞാൻ നോക്കിയിരിക്കും. ഇതുവരെ ദൈവം അങ്ങനെ കൊണ്ടുപോയി, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ.
അപ്പോൾ പാവയ്ക്കാത്തോരൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് 2 കഷ്ണം കഴിക്കാം. അങ്ങനെ എൻ്റെ പാവയ്ക്കാത്തോരൻ റെഡിയായി. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡിയായി. ഇനി അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇതൊന്ന് തിന്ന് കഴിഞ്ഞാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ ഇനി എൻ്റെ പണി. പിന്നെ തുണിയൊക്കെ ഇറക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 മണിയാവുമ്പോഴത്തേക്ക് അടുത്ത പശുവിനെ കറക്കൽ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പണി ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള പണികളുണ്ട്. എന്ത് പണി ചെയ്താലും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളോട് സന്തോഷം തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അതില്ലെങ്കിലും ഞാൻ മനസ്സിൽ ഓർക്കാറുള്ളൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയോ, നമ്മൾ ജനിച്ചപ്പോൾ തന്നെയല്ലേ വന്നേ, നമ്മൾ പോകുമ്പോഴും തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞ് ഈ ചെറിയ പെൺകുട്ടികൾ കാണിക്കാറില്ലേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തൂക്കിടുക, അപ്പനും അമ്മയൊക്കെ നിറയെ സ്വർണ്ണമൊക്കെ കൊടുത്ത് വിട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്കങ്ങ് ജീവിച്ച് കാണിക്കണം. തോക്കുന്നത് എവിടെയാണോ അവിടെ 100 ഇരട്ടി വാശിയോടെ ജീവിക്കാനുള്ളൊരു തലയിടം ഉണ്ടാകണം. അവിടെയാണ് ജയിക്കുക, ആണായാലും പെണ്ണായാലും. അങ്ങനെ ഇവിടെ എല്ലാ സാധനവും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പൊടിച്ചത് എന്താണെന്നറിയാമോ? ജീരകം. ആദ്യം നമ്മൾ പൊടിക്കുമ്പോൾ ജീരകപ്പൊടി പൊടിച്ചെടുക്കണം. നല്ല ഒരു കളറും നല്ല മണമൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ ടിന്നിലാക്കാവുള്ളൂ. രണ്ടാമത് നമ്മൾ ഗരം മസാലപ്പൊടി പൊടിക്കുക. അപ്പോൾ അത് നല്ല പൗഡറാക്കി ഇവിടെ പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ മുളക് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുക. മുളക് നമ്മൾ ഉണക്കമുളക് ചൂടാക്കി എടുത്തില്ലേ, വറുത്ത മുളക് പൊടിച്ചെടുക്കുക. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നാലാമത് മാത്രം ഉലുവ പൊടിക്കുക. ഉലുവയ്ക്ക് കയ്പുണ്ടല്ലോ, അപ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കശപ്പുണ്ടാവും. മുളക് എത്ര ഇതായ മുളകായാലും വറുത്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഒരു ചുവപ്പ് കളറുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാ സംഭവവും വറുത്തെടുത്തിട്ടുണ്ട്, പൊടിച്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ആറാൻ വെക്കുക ഒരു അരമണിക്കൂർ സമയം. നമ്മൾ മിക്സിയിലല്ലേ പൊടിച്ചെടുത്തത്, ഒറ്റ അടിക്ക് ഇതെല്ലാം കൂടെ പൊടിക്കില്ല. അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂർ ഇടവിട്ടാണ് അങ്ങനെ പൊടിച്ചുകൊണ്ടാണ് ഇരുന്നത്, അല്ലെങ്കിൽ മിക്സി കേടായിപ്പോവും. അങ്ങനെ എല്ലാം പൊടിച്ചെടുത്ത് ഇനി ഒരു ടിന്നിനകത്തിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗം എളുപ്പം നടക്കും. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.